38 അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ യാക്കോബിൻ്റെ വീട്ടിൽ ഇരുട്ട് വീഴുകയാണ്. 37 അധ്യായം വരെ ആ വീട്ടിൽ വെളിച്ചം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് 37 അധ്യായം വരെ യാക്കോബിൻ്റെ വീട്ടിൽ വെളിച്ചം ഉണ്ടായിരുന്നു? അവിടെ വെളിച്ചം ചുമന്ന ഒരു ചെറുക്കനുണ്ടായിരുന്നു, അവൻ്റെ പേരാണ് യോസെഫ്. നിന്റെ വീട്ടിൽ പല അനർത്ഥങ്ങൾ മാറിപ്പോയത് പ്രാർത്ഥിക്കുന്ന നീ ആ വീട്ടിലുള്ളത് കൊണ്ടാണ്. നിന്റെ വീട്ടിൽ നിലവിളി പൊങ്ങാത്തത്, നിന്റെ വീട്ടിൽ അച്ചായൻ നന്നായി തലക്കനത്തോടെ നടക്കുന്ന അവൻ്റെ മസിൽ പവർ കൊണ്ടല്ല, കുറുപ്രാവ് കുറുകുന്നത് പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കുറുകുന്ന നീ അവിടെ ഉള്ളത് കൊണ്ടാണ്. യോസെഫ് ജനിച്ചത് തുടങ്ങിയ ഒരു വിടുതലായിരുന്നു. യോസെഫ് ജനിച്ചപ്പോൾ ലാബാന്റെ കെട്ട് പൊട്ടി. ഗർഭിണികളായിട്ടുള്ള അമ്മമാരാരെങ്കിലും കേൾക്കുന്നോ? നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ മരുമക്കളോ ഈ ദിവസങ്ങൾ ഗർഭിണിയാണെങ്കിൽ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം. ഈ കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു വിടുതലിൻ്റെ പാക്കേജുമായിട്ടായിരിക്കണം ഞങ്ങളുടെ വീട്ടിൽ കടന്നു വരേണ്ടത്. സോ യോസെഫ് ജനിച്ചപ്പോഴേക്കും ലാബാന്റെ വീട്ടിൽ നിന്ന് ആ കെട്ടുപൊട്ടി യാക്കോബ് പുറത്തു വന്നു. മാത്രമല്ല അവൻ്റെ മേൽ ഒരു പ്രത്യേക ഗ്രേസ്, ഫേവർ ഉണ്ടായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രബന്ധക്കണം കഴിയും. യോസെഫ് എപ്പോഴാണ് യാക്കോബിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തു വന്നത്, അവിടുത്തെ ലൈറ്റ് ഓഫായി, അവിടുത്തെ പവർ ഓഫായി. സ്തോത്രം. പവർ കട്ടായി, മിക്സി ഇല്ല, അയൺ ബോക്സ് പ്രവർത്തിക്കത്തില്ല, വാഷിംഗ് മെഷീൻ പ്രവർത്തിക്കത്തില്ല, ലൈറ്റില്ല, ഫാനില്ല, AC ഇല്ല എന്നാരാണ്ട് പറയുന്നത് പോലെ ആ വീട് മുഴുവൻ സ്റ്റക്കായി, മുഴുവൻ ഇരട്ടായി. അതാണ് 38 അധ്യായം. യോസെഫ് ഇല്ലാത്തതായ, സ്തോത്രം, യാക്കോബിൻ്റെ വീട്. അർത്ഥം യേശു ഇല്ലാത്ത വീട്, യേശുവില്ലാത്ത ജീവിതം. നിനക്ക് ഡിഗ്രികൾ ഉണ്ടായിരിക്കാം, കോടികൾ സമ്പാദ്യമുണ്ടായിരിക്കാം, പലരുണ്ടായിരിക്കാം, എന്തൊക്കെ ഉണ്ടെങ്കിലും ആരൊക്കെ ഉണ്ടെങ്കിലും ഒരു പ്രയോജനമില്ല. യേശു കൊണ്ടോ നന്മയുണ്ട്.